സംസ്ഥാന സർക്കാരിന് വിമർശനവുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ. വന്യജീവി ആക്രമണത്തിലെ സർക്കാർ നിലപാടുകളിൽ ഗവർണർ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. വനം വകുപ്പ് മേധാവിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഗവർണർ ഉന്നയിച്ചത്. PCCFനെ രാജ്ഭവൻ വിളിച്ചു വരുത്തി. വന്യജീവി ആക്രമണത്തിൽ PCCFന് പ്രശ്നപരിഹാരത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലെന്നും ഗവർണറുടെ വിമർശനം. Wild elephants coming into human territory, tigers coming and killing people, leopards coming in. So the man-animal conflict, as the experts call it. So have men encroached into forest land, or are the wild animals coming into the state? You would have a very clear view on how we should tackle this issue. I had called him and I was talking to him about the very same issue. Unfortunately, the PCCF had no vision for this but I told him there are certain things to be done. What he says, he was satisfied with whatever has been done. I said that is not enough, whatever has been done. Why we must understand why the wild animals are coming out of their inhabitation, why they are coming to the human people. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ ചുമതലയേറ്റതിനു ശേഷം ആദ്യ അഭിമുഖം നൽകിയത് ജനം ടിവിക്കാണ്. അതിൽ അദ്ദേഹം ചില കാര്യങ്ങൾ തുറന്നടിക്കുന്നുണ്ട്. VC നിയമനം മുതൽ സംസ്ഥാനത്തെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലും ഈ PCCFന് പ്രശ്നപരിഹാരത്തെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ല എന്ന് പോലും കടുത്ത വിമർശനത്തിലേക്കാണ് ഗവർണർ കടന്നിരിക്കുന്നത്, അല്ലേ? അങ്ങനെ തന്നെയാണ്. കാരണം നിരവധി വിഷയങ്ങളാണ് ഇപ്പോൾ ഗവർണർ കൃത്യമായ നിലപാട് പറഞ്ഞിരിക്കുന്നത്. അതിലൊന്ന് സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ടാണ്. അതിലും പ്രധാനമായി അദ്ദേഹം എടുത്തു കാണിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് നമ്മൾ പറയേണ്ടത്, ഈ സംസ്ഥാനത്തെ വന്യജീവി മനുഷ്യ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകളെ പറ്റി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിഷയത്തിൽ ചർച്ചകൾ നടന്നിരുന്നു, വാർത്തകൾ വന്നിരുന്നു. കാരണം ഇത്ര വർഷമായിട്ട് കൂടി കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംസ്ഥാന സർക്കാർ എന്തൊക്കെ പദ്ധതികൾ നടപ്പിലാക്കി, ഈ പദ്ധതികളുടെ നിലവിലത്തെ അവസ്ഥ എന്താണ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ് തുടങ്ങിയിട്ടുള്ള ഒരു കാര്യങ്ങളിലും സംസ്ഥാന വന്യജീവി വകുപ്പിന് ഒരു പ്രത്യേകമായ ഒരു വിവരശേഖരണം പോലും സർക്കാരിന്റെ കയ്യിലോ ഈ പറയുന്ന വകുപ്പുകളുടെ കയ്യിലോ ഇല്ല എന്നുള്ളൊരു വെളിപ്പെടുത്തലുകൾക്ക് വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗവർണറുടേതായ ഒരു ഇടപെടൽ കൂടി ഈ വിഷയത്തിൽ സജീവ ചർച്ചയാകുന്നത്. ഗവർണർ ഇന്ന് ജനം ടിവിയോടാണ്, ഒരു മലയാള മാധ്യമത്തിന് നൽകുന്ന ആദ്യ അഭിമുഖം ജനം ടിവിക്ക് നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഈ വിഷയത്തിൽ പറഞ്ഞത്. സ്വീകരിച്ച നടപടികൾ അദ്ദേഹം വ്യക്തമാക്കിയത്. കാരണം സംസ്ഥാനത്തെ വന്യജീവി വകുപ്പിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് അദ്ദേഹം നേരിട്ട് വിളിച്ചു വരുത്തുകയും ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടികളെ കുറിച്ച് ചോദിക്കുകയും ചെയ്തു. PCS ആവട്ടെ ഈ വിഷയത്തിൽ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചതെന്നുള്ളത് ഗവർണറോട് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഗവർണർ ഈ വിഷയത്തിൽ, അല്ലെങ്കിൽ സർക്കാരും വനം വകുപ്പും സ്വീകരിച്ച നടപടികളിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെയാണ് PCSFന് ഈ വിഷയത്തിൽ ഒരു വ്യക്തമായൊരു വീക്ഷണം പോലും ഇല്ല എന്നുള്ള കാര്യവും കൂടി അദ്ദേഹം തുറന്നടിക്കുന്നുണ്ട് ജനം ടിവിയോട്. അതായത് സംസ്ഥാനത്തെ വനം വകുപ്പിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന് എങ്ങനെയാണ് ഈ വന്യജീവി ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു ശാശ്വതമായ ഒരു ഇടപെടൽ, അല്ലെങ്കിൽ ഒരു പദ്ധതി അത് നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ വിഷൻ, ഒരു കാഴ്ചപ്പാട്, ഒരു വീക്ഷണം അതില്ല എന്നുള്ളത് ഗവർണർ തുറന്നു പറയുന്നു. അല്ലെങ്കിൽ അതിൽ തന്നെ അത് ബോധ്യപ്പെടുത്താൻ ഈ ഉദ്യോഗസ്ഥന് സാധിച്ചിട്ടില്ല എന്ന കാര്യം തന്നെ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. എന്തായാലും ഗവർണറുടെ അതേ പ്രതികരണത്തിന്റെ അതിന് ചൂടുപിടിച്ച മന്ത്രി AK ശശീന്ദ്രന്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. പക്ഷേ ഗവർണർ പറഞ്ഞ വിമർശനങ്ങൾ ശരിയാണ് എന്ന രീതിയിൽ തന്നെയാണ് മന്ത്രിയും പ്രതികരിച്ചിരിക്കുന്നത്. കാരണം ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു ശാശ്വതമായ പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല എന്ന് മന്ത്രി കൃത്യമായി കുറ്റസമ്മതം നടത്തുമ്പോൾ ഗവർണർ ഉയർത്തിയ വിമർശനങ്ങൾ, ഗവർണർ ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങളെല്ലാം ശരിവെക്കുന്നുകൊണ്ടാണ് മന്ത്രിയും പറയുന്നത്. ഗവർണർ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ ചില നിർദ്ദേശങ്ങൾ കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യവും PCCFുമായി നൽകിയിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഇത്തരം ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി അദ്ദേഹം ജനം ടിവിയോട് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ സംസ്ഥാന സർക്കാരും സംസ്ഥാനത്തെ സുപ്രധാനപ്പെട്ട ഒരു വകുപ്പും ചേർന്ന് നടത്തേണ്ട പ്രവർത്തനങ്ങളിൽ ഗവർണർക്ക് നേരിട്ട് നിർദ്ദേശം നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് സംസ്ഥാനത്ത് എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വന്യജീവി ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സർക്കാർ കാലങ്ങളായി സ്വീകരിച്ച, അതിപ്പോൾ ഏത് സർക്കാരുമാകട്ടെ, കാലങ്ങളായി സ്വീകരിച്ച നടപടികൾ എന്താ എന്ന കാര്യത്തിൽ പോലും ഒരു വ്യക്തതയില്ലാതെയാണ് സംസ്ഥാന വന്യജീവി വകുപ്പ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. എവിടെയൊക്കെ ഫെൻസിങ്ങുകൾ സ്ഥാപിച്ചു, ഈ ഫെൻസിങ്ങുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്
എന്നുള്ളതാണ്. കിടങ്ങുകൾ എത്രത്തോളം സ്ഥാപിച്ചിട്ടുണ്ട്, ചിലയിടങ്ങളിലൊക്കെ നേരത്തെ ആനമതിൽ കെട്ടുന്നത് പോലെയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊന്നും തുടർന്ന് കൊണ്ടുപോകാനോ ഇവയുടെ പരിപാലനത്തിനോ സർക്കാരിന് കഴിയാത്ത സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ കാണേണ്ടത്. പ്രത്യേകിച്ച് നേരത്തെ വനമന്ത്രി ശശീന്ദ്രൻ ഒരു കാര്യം പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം, ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾക്ക് പോലും നേരത്തെ ഈ വിഷയങ്ങളൊന്നും പ്രതിരോധിക്കാൻ, അവർ അധികാരത്തിലിരുന്ന സമയത്ത് പോലും ഈ വിഷയങ്ങളൊന്നും പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു താരതമ്യപ്പെടുത്തൽ, അല്ലെങ്കിൽ അതുകൊണ്ട് ഇതൊക്കെ സ്വാഭാവികമാണ് എന്ന രീതിയിൽ ഒരു പറഞ്ഞു വെപ്പിന് കൂടി മന്ത്രി ശ്രമിച്ചു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകേണ്ട ഒരു വകുപ്പ്, അല്ലെങ്കിൽ വന്യജീവികളെ വനത്തിനുള്ളിലും അവർ മനുഷ്യൻ താമസിക്കുന്ന സെറ്റിൽമെന്റുകളിലേക്കും ആ ഭാഗങ്ങളിലേക്കും വരാതെ നോക്കുകയും അതോടൊപ്പം തന്നെ മനുഷ്യൻ വനത്തിനകത്തേക്ക് അതിക്രമിച്ച് കയറുന്ന സാഹചര്യം ഒഴിവാക്കുകയും ചെയ്യേണ്ട ഒരു വകുപ്പിന് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ പദ്ധതിയോ അത് സംബന്ധിച്ചൊരു ആക്ഷൻ പ്ലാനോ ഇല്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടത്. അത് തന്നെയാണ് ഗവർണർ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു വിഷൻ ഇല്ല എന്ന് പറയുമ്പോൾ അതിനായിട്ടുള്ള ഭാവിയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടില്ല, അല്ലെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിനും വനം വന്യജീവി വകുപ്പിനും കൃത്യമായ ഒരു പദ്ധതി ഇല്ല എന്നുള്ള കാര്യം ഗവർണർ എടുത്തു പറയുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ വനം വകുപ്പ് മന്ത്രി വി കെ ശശീന്ദ്രൻ വീണ്ടും മാധ്യമങ്ങളെ കാണുന്നുണ്ടോ? ഇതിന് കാരണം എന്ന് പറയുന്നത് ഇന്ന് ഈ ഗവർണറുടെ വിമർശനം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഒരു അടിയന്തര യോഗം ഇന്ന് മന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. അത് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അതിൻ്റെ ഒരു ആക്ഷൻ പ്ലാൻ രൂപീകരിക്കാനാണ് എന്ന് മന്ത്രി അല്പസമയം മുമ്പ് ജനം ടിവിയോട് പറഞ്ഞിരുന്നു. അതായത് ഗവർണർ എന്താണോ പറഞ്ഞത്, എന്താണോ വിമർശനം ഉയർത്തിയത്, ആ വിമർശനത്തിന് ശേഷം ഇപ്പോഴിതാ ഒരു ആക്ഷൻ പ്ലാൻ രൂപീകരിക്കാൻ ഇപ്പോൾ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു യോഗം ചേരുന്നു. അതും കഴിഞ്ഞൊരു 14 വർഷത്തെ കണക്കെടുമ്പോൾ ഏതാണ്ട് 1500-ലധികം ആളുകളുടെ ജീവൻ നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ കൊണ്ട് നഷ്ടമായിട്ടുണ്ട് എന്നുള്ളൊരു കണക്ക് കൂടി മുന്നിൽ വെച്ച് വേണം ഇപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ആക്ഷൻ പ്ലാൻ രൂപീകരിക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇത്ര വലിയൊരു ബൃഹത് ചർച്ചയിലേക്കോ സംസ്ഥാന സർക്കാർ കടന്നത് എന്നുള്ളൊരു പ്രശ്നം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ സംസ്ഥാനത്തെ വനം വന്യജീവി വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളിൽ ഗവർണർ ഇടപെട്ടതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്ന് കൂടി പറയേണ്ടി വരുന്നു. അപ്പോഴും ഗവർണർ വിളിച്ചു വരുത്തി അവിടെ ഒരു കൃത്യമായ ഗവർണറുടെ മുന്നിൽ ഒരു കൃത്യമായ വിശദീകരണം നൽകാൻ പോലും സംസ്ഥാനത്തെ വനം വകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ദുഃഖകരമായ യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ദേവിക. ശരി.